മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നെഞ്ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. അങ്ങനെ സോജൻ അച്ചായൻ വിവാഹിതനായേക്കാണ്. ഈ മുതലിനെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഇങ്ങനെ കുറേ എണ്ണം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും സോഷ്യൽ മീഡിയയും ഒക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവരാണ്. പ്രത്യേകിച്ച് നല്ല വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടല്ല, എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാലും മലയാളികൾ വൈറലാക്കി വിടും എന്നുള്ളൊരു തോന്നൽ ഇവർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈറലായവരാണ് ഇവരൊക്കെ. അപ്പം ഈ പുള്ളിയെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. യൂട്യൂബർ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പി നിങ്ങൾക്ക് അറിയാമായിരിക്കും. തൊപ്പിയുടെ ഒപ്പം നിഴല് പോലെ നടക്കുന്ന ഒരു പുള്ളിയാണ് ഈ സോജൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പം പുള്ളിക്കാരൻ ഇത് ഒരു പ്രതികാര കല്യാണമാണ് നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. 24 വയസ്സുള്ളൊരു ചെറിയ പെൺകുട്ടിയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചേക്കുന്നത്, ഗോൾ അടിച്ചു. അപ്പോൾ ഏതായാലും പ്രതികാര കല്യാണമാണെന്ന് ഞാൻ പറയാൻ കാരണം, 2 ആഴ്ച മുമ്പ് പുള്ളിയുടെ ബർത്ത്ഡേ ദിവസം പുള്ളിയുടെ എക്സ് കാമുകിയുമായിട്ടുള്ള ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഇട്ടതോട് കൂടിയിട്ട് എക്സ് കാമുകി രംഗത്ത് വന്നിരുന്നു. എൻ്റെ ലൈഫ് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്, മുമ്പുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ് കാമുകി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ നല്ലൊരു തേപ്പ് കിട്ടിയപ്പോൾ ആ തേപ്പുകാരിയോടുള്ള, അല്ലെങ്കിൽ ആ തേപ്പ് കൊടുത്ത ആ പെങ്കൊച്ചിനോടുള്ള പ്രതികാരം എന്നോണം കല്യാണം കഴിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അച്ഛൻ്റെ ഭാര്യ കേട്ടല്ലോ. ഇനി പലർക്കും സംശയങ്ങളുണ്ടാവും, പലർക്കും പല കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞൊക്കെ ഉണ്ടാവും. ആരാന്ന് പറഞ്ഞ മൂന്നാറിലേക്കായിരിക്കും പോണത്. കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരിക്കും പറഞ്ഞാല് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുമെന്ന്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വന്നു. നിങ്ങളവർക്ക് ഇതിൽ തമാശയാണ്, ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വരും. നിങ്ങളവന്റെ കല്യാണം ആയതുകൊണ്ട് ആരും അറിയിക്കാതെ പെട്ടെന്നൊരു കല്യാണം. ആരും അറിയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഈ പെണ്ണിന്റെ കഴുത്തിൽ താലി വെക്കണവരെ ഇത് ശരിക്കും സംഭവമാണോ എന്നുള്ളൊരു ഡൗട്ടിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ. ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. വിത്തിൻ ഡേയ്സ് ആണ്, അതായത് ചെറിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇങ്ങനെ ആത്മാർത്ഥ പ്രണയം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോഴേ അങ്ങ് ആത്മാർത്ഥ പ്രണയമാകും. ജീവിതത്തിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു, ജീവിതത്തിലേക്ക് വന്നോളാൻ പറയുന്നു, കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിഞ്ഞു. എന്തിലാണ് വീണുപോയത്? എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്? എന്ത് കാരണത്താലാണ്? എന്തോ കണ്ടിട്ടാന്ന്, എന്തോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ആ ചോദ്യം തന്നെ തെറ്റാണ്. ആ ചോദ്യം ചോദിച്ചവർക്ക് ഇട്ട് 2 എണ്ണം കൊടുക്കണം. എന്തോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അത് ഡബിൾ മീനിങ്ങിൽ എടുക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് സത്യത്തിൽ. ഞാൻ പിന്നെ ഡബിൾ മീനിങ് ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ബലമായ സംശയം പുള്ളിക്കാരൻ്റെ പൈസ കണ്ടിട്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ ഇങ്ങനെ ദിവ്യപ്രണയമൊക്കെ ഉടലെടുക്കുന്നത്? ഇതിനു മുമ്പ് വേറൊരു കാമുകി ഉണ്ടായിരുന്നല്ലോ, ആ കാമുകി തേച്ചിട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് ദിവ്യപ്രേമം വന്നു. 24 വയസ്സുള്ളൊരു പെൺകൊച്ചിനെ കണ്ടു, ആ കൊച്ചുമായിട്ട് പ്രേമമായി, അങ്ങനെ കല്യാണവും കഴിയുന്നു. ഇങ്ങനെയും കുറെ കോപ്രായം കാണിക്കുന്നവര് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മൂന്നാറിലേക്ക് വണ്ടി വിട്ടിട്ടുണ്ട്. മൂന്നാറിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പൊ അതിന് നിനക്കെന്താ എന്നൊരു ചോദ്യം നിങ്ങളെല്ലാവരും ചോദിക്കും. പുള്ളിയുടെ ഇഷ്ടമാണ്, പ്രായം കുറഞ്ഞ പെങ്കൊച്ചിനെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ഒക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. മൂന്നാറിലേക്ക് ഹണിമൂണിന് പോകുന്നതും നല്ല വണ്ടി വാങ്ങിക്കുന്നതും ഒക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 1 മാസം മുമ്പ് പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നു. പുള്ളിയുടെ അമ്മയ്ക്ക് വയ്യ, അത് ഡിസ്ചാർജ് ആകണമെങ്കിൽ പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് പൈസ ചോദിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെന്നും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഇരുന്നോണ്ട് ഒരു വീഡിയോ ഇട്ടു. ഏതാണ്ട് 6 ലക്ഷം രൂപയോളം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടത്. അതിന് മുമ്പ് തൊപ്പിയുമായിട്ട് നിന്നും ഒരു വീഡിയോ ഇട്ടു. തൊപ്പി ഇങ്ങനെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ വേണം, എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അമ്മച്ചിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് കിട്ടും. നമ്മൾ ജനറൽ ആശുപത്രിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. സുഹൃത്തുക്കളെ 6.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയ്ക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റത്തുള്ളൂ. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആക്കാമെന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ 6.5 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ അടക്കാനുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ലൈവില്, അച്ഛൻ്റെ അമ്മച്ചി കുറേ ദിവസമായിട്ട്
ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാണ്. 1 മാസം ആയതേ ഉള്ളൂ എന്ന് നിങ്ങൾ നോക്കിക്കോണം. ഈ വീഡിയോ ഇട്ടിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ പുള്ളിക്ക് പൈസ ഇല്ലായിരുന്നു. ഇതിനൊക്കെ പുള്ളിക്ക് പൈസയുണ്ട്. കല്യാണം നടത്താനും നല്ല കാറൊക്കെ എടുത്ത് ഹണിമൂണിന് പോകാനും ഒക്കെ പൈസയുണ്ട്. അപ്പോൾ ആ പൈസ എവിടെ നിന്നാണ് വന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടിയ പൈസയാണ്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ, ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നേക്കുന്ന കമൻസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ചോദിച്ചേക്കുന്നത് എവിടെ നിന്നാണ് പൈസ. അത് അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ കറൻലി വയ്യ, പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് വയ്യ. അങ്ങനെ വയ്യാതിരിക്കുമ്പോഴാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ വയ്യെന്ന് പറഞ്ഞ് വാങ്ങിച്ച പൈസയാണ് ഹണിമൂണിന് വേണ്ടി കൊണ്ട് കളയുന്നത്. മനസ്സിലായോ? നിങ്ങളെയൊക്കെ പറ്റിച്ച് ഇവന്മാരൊക്കെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്താ സോഴ്സ് കാണിക്കാത്തത്? ഇവരുടെ ഇതൊക്കെ ഇത്രയും പൈസ എവിടുന്നാണ്? സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ ഒക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടാക്കി കാണും. ആ പൈസ എടുത്തിട്ടാണ് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്, അടിച്ച് പൊളിച്ച് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. തൃപ്തിയായല്ലോ. ഇപ്പോൾ പൈസയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് തൃപ്തിയായി കാണുമല്ലോ. ഈ ഒരു വിഷയം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം പുള്ളി 24 വയസ്സുള്ള പെൺകൊച്ചിനെ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വന്ന് ഇങ്ങനത്തെ കേളികളൊക്കെ കാണിക്കുന്നതും പുള്ളിയുടെ ഇഷ്ടം. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ നിരന്ന് വാങ്ങിച്ച പൈസ എടുത്തിട്ടാണ് ഈ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൊടുക്ക്. ഇവരൊക്കെ പൈസ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയും കൊടുക്ക്. ഇനിയും വരും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും മിക്ക എണ്ണത്തിനും ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തതുങ്ങളാണ്. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കോപ്രായം കാണിച്ച് വൈറലാകുക, അതിനുശേഷം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക, കുറച്ച് കാശ് ഉണ്ടാക്കുക, അതുമായിട്ട് ദൂർത്തടിച്ച് നടക്കുക. മണ്ടന്മാരായിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ ഫോളോവേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് ഇവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കും. അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും പൈസ ഇട്ട് കൊടുക്കും. 100 രൂപ വരെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആ പൈസയൊക്കെ ബാക്കി എന്തോ ചെയ്തു? അവർക്ക് എത്ര രൂപ കിട്ടി? ആ കിട്ടിയ പൈസ മുഴുവനായിട്ട് അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കിയോ? അതിനുശേഷം ബാലൻസ് അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരക്കണം. അതല്ലാതെ ചുമ്മാ പൈസ വേണമെന്ന് പറയുമ്പോൾ ചുമ്മാ പൈസ ഇട്ട് കൊടുക്കുകയല്ല. അവസാനം ആ പൈസ എടുത്തിട്ട് ഇവർ അടിച്ച് പൊളിച്ച് ദൂർത്തടിച്ച് കളയും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിച്ചും കണ്ടും വേണം ഓരോരുത്തരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിരുന്ന്. അർഹതപ്പെട്ട കഴിവുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് ഉടായ്പ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കാതിരിക്കുക.